ഫ്ലൈറ്റ്. അത് ഡൽഹിയിൽ നിന്നും പിന്നെ അമൃത്സറിൽ നിന്നും മാത്രമേ ഫ്ലൈറ്റ്. നമ്മൾ അഡ്വാൻസ് സ്റ്റഡി അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അകത്തേറി നമുക്ക് നോക്കാം ടിക്കറ്റിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഷിംലയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ജിദാര എന്ന് പറഞ്ഞ സ്ഥലം പാകിസ്ഥാൻ്റെ ഭാഗമാണ് ഇപ്പം മുഴുവനായിട്ട്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത വ്യൂ ആണ്. നമുക്ക് മാർക്കറ്റിൻ്റെ ഇങ്ങേ അറ്റത്ത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് വേണം നമ്മളെ ഈ എപ്പിസോഡ് കാണാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടൂ. ഹേ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷിംലയിലെ രാഷ്ട്രപതി ഭവനിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. नेक्स्ट जाएंगे हम एडवांस स्टडी ओके. इसको राष्ट्रपति भवन भी बोलते हैं. हाँ, उसके अंदर म्यूजियम है देखने का, जो अंग्रेज की जो ब्रिटिश टाइम की जो चीजें होती हैं वो रखी हुई है अंदर. ओके. म्यूजियम टाइप है. उसका नेम वाइसरॉय लॉज वही है, एक ही है. ओके. उसी का ही नाम दो तीन नाम है. ഓക്കെ, 2-3 നാമേ. ഓക്കെ. അതിന് 3-4 പേരുണ്ട് കേട്ടോ. രാഷ്ട്രപതി ഭവൻ, പിന്നെ അഡ്വാൻസ് സ്റ്റഡി, വൈസ്രോയ്സ് ലോഡ്ജ്, അങ്ങനെ 3-4 പേരുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ അവിടെ ഒരു എയർപോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ എയർപോർട്ടിൽ 2 ഫ്ലൈറ്റേ വരുന്നുള്ളൂ കേട്ടോ. ഒന്ന് രാവിലെയാണ് ഒരു ഫ്ലൈറ്റ്. അത് ഡൽഹിയിൽ നിന്നും പിന്നെ അമൃത്സറിൽ നിന്നും മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ. പിന്നെ അടുത്ത് ഒരു ചോപ്പറുണ്ട്, ടാക്സി എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ. അതാണെങ്കിൽ ചണ്ഡീഗഡിൽ നിന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കി ഭയങ്കര ചർച്ചയാണ്, ഫുഡിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് സ്റ്റഡി അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അകത്തേറി നമുക്ക് നോക്കാം ടിക്കറ്റിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ വന്ന് കയറുമ്പോഴേ ഒരു ലൈബ്രറി പോലെയാണ് നമുക്ക് കാണുന്നത് ഒരു സൈഡൊക്കെ. ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. ഇപ്പോൾ 1 to 2, 1:30 to 2. ഇപ്പോൾ സമയം 1:45 ഉള്ളൂ. അപ്പോൾ ഇനി 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ടിക്കറ്റ് കിട്ടൂ. അപ്പോൾ ഇതിൻ്റെ മുഴുവനും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹിസ്റ്ററി പറയുന്നതിനെക്കാട്ടി നല്ലത് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്ത് വെക്കണേ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബോർഡ് കാണിച്ചു തന്ന് വീഡിയോഗ്രാഫിംഗ് ഒന്നും പറ്റില്ല ഇവിടെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. പുറത്തിറങ്ങിയിട്ട് വിശദമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ വെച്ചിട്ടായിരുന്നു ഭരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചില്ലേ, ആ സമയത്ത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഓരോ സ്ഥലങ്ങളും നമുക്ക് ഇവർ കൊണ്ടുവന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊരു പുതിയ അനുഭവവും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ബ്രിട്ടീഷേഴ്സ് ഭരിച്ചിരുന്നില്ലേ, അവരുടെ വൈസ്രോയ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റൂമിലൊന്നും നമ്മളെ കൊണ്ടുപോയിട്ടില്ല. അല്ലാതെ ഈ നമ്മുടെ ഈ പാർട്ടീഷൻ നടന്ന സ്ഥലവും അങ്ങനത്തെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇവർ നമ്മളെ കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയ ഹോളുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ ബിൽഡിങ്ങിന് എന്തെങ്കിലും തീ പിടിക്കുകയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഇതിൻ്റെ അകത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വലിയ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അതുവഴി പോയിട്ടുണ്ട്. പെട്ടെന്ന് തീയോ കാര്യങ്ങളോ പിടിച്ച് ഈ പുക മുകളിലോട്ട് പോകില്ലേ, മുകളിലോട്ട് പോകുമ്പോൾ തന്നെ സംഭവം ഗ്ലാസ് പൊട്ടി മുകളിൽ നിന്ന് വെള്ളം വന്നിട്ട് ഇത് മുഴുവനും അണയ്ക്കും, തീ മുഴുവൻ അണയ്ക്കും. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക മുകളിൽ പാറി കളിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവരാകപ്പാടെ വരുത്തിയ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്തുണ്ടായിരുന്ന എന്തോ 2-3 ഫ്ലാഗും കാര്യങ്ങളുണ്ട്, അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു ബിൽഡിംഗ് പഴയതുപോലെ തന്നെയാണ്
അവർ ഇവിടെ ഒഴുക്കി വെച്ചിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്ലാനിലേ ഇല്ലായിരുന്നു, പക്ഷേ ഇതൊരു ബോണസായിട്ട് കിട്ടിയതാണേ. അടിപൊളി. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിന് ഏതാണ്ട് 130 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കത് വിട്ടുപോയി. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങൾ നോക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. നമ്മളെ ഒഴിക്കെങ്കിൽ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴായിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇപ്പോൾ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ ചെറിയൊരു ഐസ് കഷ്ണം വന്ന് വീഴുന്നിട്ട് പെട്ടെന്ന് അത് വെള്ളമായിട്ട് പോയേ. ഇവിടെ പക്ഷേ അത്ര വലിയ ടെമ്പറേച്ചറൊന്നും ഇല്ല, കണ്ടില്ലേ? 14 ഡിഗ്രിയേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് 2153 അടി മുകളിലാണ്. അടി എന്ന് പറഞ്ഞാൽ മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. നല്ല മഴ ഉണ്ട് ഫ്രണ്ടിൽ, അതാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ മടിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പുല്ല് വെച്ചിരിക്കുന്നില്ലേ, ആ ഏരിയയിലോട്ടൊന്നും ഇറങ്ങാനുള്ള അനുവാദമില്ല. പിന്നെ നിങ്ങളോട് ഷിംലയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റാണ് കേട്ടോ ഈ ഒരു സ്ഥലം. പിന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറയുന്നത് താഴെ നോക്കിക്കഴിഞ്ഞാൽ മലയും കുന്നും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ വീടും കാര്യങ്ങളും തണ്ട ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. പണ്ട് എനിക്കും കൊണ്ട് നമ്മളെ ഇന്ത്യക്കാർക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രവേശനം പോലും ഉണ്ടായിരുന്നിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് പണി ചെയ്ത ആദ്യ കാലഘട്ടങ്ങളിലെ ഇവിടെ നിന്നല്ലേ ഇവർ നമ്മളെ ഭരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാനതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലം. നമ്മളിത് ഇപ്പോഴേ കാണുന്നില്ലേ, ഇത് ഡാൻസിങ് ഗേൾ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. ഇത് 9th ലൈൻ മോഹൻ ജിദാരോ എന്ന് കിട്ടിയ ഒരു ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ആണ്. ഇത് ഇപ്പോൾ ഈ 9th ലൈൻ മോഹൻ ജിദാരോ എന്ന് പറഞ്ഞ സ്ഥലം പാകിസ്ഥാൻ്റെ ഭാഗമാണ് ഇപ്പം മുഴുവനായിട്ട്. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതാ ഒരു ബോർഡുണ്ട്, ആ ബോർഡിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വയ്ക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്നൊരു വീട്ടിൽ നിന്ന് കിട്ടിയൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. ഇവിടെ 9th ലൈൻ മോഹൻ ജിദാരോ എന്ന്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ആർമി മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആർമി മ്യൂസിയം ക്ലോസ് ആയി കേട്ടോ, 4 മണി വരെ ഉള്ളൂ ആർമി മ്യൂസിയം. അപ്പോൾ പിന്നെ അവിടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്തിനി ഷിംലയിൽ വരുമ്പോൾ ഇതിവിടെ എന്തായാലും കയറണം. അപ്പോൾ ഒരു ദിവസം എന്തായാലും പറ്റണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ടാങ്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ദൂരെ ഒന്നൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വലിയ ഗ്രൗണ്ട് കൂടെയാണ്, അതിനെയാണ് മ്യൂസിയമൊക്കെ വെച്ചിരിക്കുന്നത്. അതാ നമ്മൾ മുമ്പിലായിട്ട് കാണുന്നില്ലേ, ഇതാണ് ആർമി മ്യൂസിയം. അവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ ആ വലിയ ഗ്രൗണ്ട് കണ്ടില്ലേ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയമായിട്ട് ഒരു വെച്ചിട്ടുള്ളത്. വലിയൊരു ഗ്രൗണ്ട്. പിന്നെ അവിടെ ഒരു ഹെലിപാഡുണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമായിരുന്നു. പക്ഷേ അത് സംഭവം ക്ലോസ് ആയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി നമ്മൾ അടുത്ത ഷിംലയിൽ വരുമ്പോൾ എന്തായാലും പറ്റണമെങ്കിൽ ഇങ്ങോട്ട് കയറണം. ഭയ്യ നമുക്ക് വേണ്ടിയിട്ട് വണ്ടി നിർത്തി തന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഇനി വണ്ടിക്കകത്ത് കയറി നിന്നിട്ട് നേരെ ഇനി തിരിച്ച് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലാണ്. ഷിംല മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന അത് തിയേറ്ററാണ്. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററാണ് നമ്മളിത് ഇപ്പോഴേ കാണുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ടൊരു ഹനുമാൻ്റെ ഒരു സ്റ്റാച്ചു കണ്ടില്ലേ, അതും അവിടെ ഒരു അമ്പലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു കാർ കേബിളുണ്ട്. മാർക്കറ്റിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെ കൊണ്ടുപോകും കാർ കേബിൾ. ഇവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നേരെ കാർ കേബിൾ വഴി അമ്പലത്തിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 450 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത വ്യൂ ആണ്. നമുക്ക് മാർക്കറ്റിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഷോപ്സും കാര്യങ്ങളുമാണ്. നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മുഴുവനും ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയില്ല, ആരുടെയും ശല്യമില്ല. നമുക്ക് പീസായിട്ട് നടന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് നടക്കാൻ, വൈകുന്നേരം വാക്കിങ്ങിന് ഇറങ്ങാം, എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ സാധനം വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു സൗകര്യമുള്ള മാർക്കറ്റ് കൂടെയാണിത്. പിന്നെ ഫുഡിന് അത്യാവശ്യം നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ മാർക്കറ്റും കൂടെയാണ്. പിന്നെ വേണ്ട ഇവിടെ അത്യാവശ്യം ATM കൗണ്ടറും നമുക്ക് കാണാൻ പറ്റുമേ. ഇവിടെ ഒരു ATM ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സൈഡിലായിട്ടൊരു ATM ഉണ്ട്. നമ്മളിത് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ മുകൾ വശത്താണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ നമുക്കൊരു സ്റ്റാച്ചു കാണാൻ പറ്റും.
ഇവിടെ ആയിട്ട്. പിന്നെ നേരെ ഫ്രണ്ടിലായിട്ടൊരു ചർച്ചാണ്. ഇത് പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അവർ നിർമ്മിച്ചിട്ടുള്ളായിരുന്ന ഒരു ചർച്ചാണ് കേട്ടോ നമ്മൾ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. മാർക്കറ്റ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. നമ്മളിത് ഇപ്പോൾ ഈ കാണുന്ന ചർച്ചിൻ്റെ പേര് ക്രൈസ്റ്റ് ചർച്ച് എന്നാണ്. അപ്പോൾ പള്ളി നല്ല അടിപൊളി പള്ളിയാണ്, അവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പോൾ കുർബാനയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് കറങ്ങിയിട്ട് വരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടക്കാനും വിശ്രമിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളൂ, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ടൊരു വാട്ടർ ഫൗണ്ടനൊക്കെ കാണാൻ സാധിക്കും അവിടെ. ഇനി നമ്മൾ ഇതിൻ്റെ പള്ളിയുടെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിലോട്ട് പോകാനൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മളിതുവഴി നേരെ താഴെ മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഷിംല മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കടയില്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കട കാണാൻ പറ്റുള്ളൂ. കാരണം റൈറ്റ് സൈഡിൽ മുകളിൽ പള്ളിയും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കടയില്ലാത്തത്. റൈറ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും. ഈ ഷോപ്പൊക്കെ തുണിക്കടയാണ്, ഇതും തുണിക്കടയാണ്. പിന്നെ ഇലക്ട്രോണിക് കട ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. എല്ലാ ബ്രാൻഡിലുള്ള തുണിയും ഷൂവും ഒക്കെ നമുക്കിവിടെ അവൈലബിളുമാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള കാഴ്ചകൾ. നമുക്ക് ഇങ്ങനെ മാർക്കറ്റിലിങ്ങനെ ഒരു വണ്ടിയിലെയോ ഒന്നിൻ്റെ ശല്യം ഇല്ലാതെ നടന്നിങ്ങനെ കാണാം സ്ഥലങ്ങൾ. പിന്നെ വൈകുന്നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.